ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ 48 സീറ്റിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പട്ടികയിൽ ഇടം പിടിച്ചു. അതേസമയം മഹാസഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. അതിനിടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിലെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണെന്ന് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോഴും മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം അവിടെ പൂർത്തിയായിട്ടില്ല. അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഇന്ന് വന്നിട്ടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണോ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും സീറ്റ് ധാരണയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. നേരത്തെ വികാസ്ശീൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വിഐപിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ ചർച്ചയിലൂടെ പരിഹരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം RJDയും കോൺഗ്രസും തമ്മിലാണ്. ഇതിനു മുൻപ് RJDയും കോൺഗ്രസും പറഞ്ഞിരുന്നത് ഇടത് പാർട്ടികളടക്കം അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു, അവരുമായുള്ള ചർച്ച നടക്കുന്നതുകൊണ്ടാണ് ഈ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാകാത്തത് എന്നുള്ളതാണ്. പക്ഷേ ആ തരത്തിലല്ല കാര്യങ്ങൾ പോയി നിൽക്കുന്നത്. പല സീറ്റുകളെ സംബന്ധിച്ച് RJD കോൺഗ്രസ് തർക്കം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത്, 19 മാത്രമാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്രയും സീറ്റ് നൽകാൻ കഴിയില്ല എന്ന നിലപാട് RJD ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രാദേശിക ഘടകങ്ങൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കത്തിൽ നിന്ന് RJD പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ 60 സീറ്റെങ്കിലും എന്ന നിലയിലേക്ക് കോൺഗ്രസ് തയ്യാറെടുത്തിരുന്നു. പക്ഷേ അതും നൽകാൻ കഴിയില്ല. 50-55 സീറ്റ് എന്ന നിലയിലേക്ക് മാത്രം നൽകാൻ കഴിയൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ RJD ഉള്ളത്. അതിനിടയിലാണ് ഈ 48 സീറ്റ്, അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. അതൊരു പ്രാഥമിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ 48 സീറ്റുകളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതിൽ തന്നെ 18 പേർക്ക് മാത്രമാണ് ചിഹ്നം അനുവദിച്ചത് എന്നതുകൊണ്ട് നമ്മൾ ഓർക്കണം. സ്വാഭാവികമായും ചിഹ്നം അനുവദിക്കുമ്പോഴാണ് പാർട്ടി ഔദ്യോഗികമായി ആ സ്ഥാനാർത്ഥികളെ അംഗീകരിച്ചത്. അതിനുശേഷമാണ് രാത്രി വൈകി 48 പേരുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയത്. അതിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെ വനിതകൾക്കെല്ലാം തന്നെ വലിയ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് വിഭജനം ഈ ഘട്ടത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും മറ്റ് സീറ്റുകളിലേക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ്, ആ തർക്കം നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ദുർബലമായ സീറ്റുകൾ നൽകിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്വാധീനമില്ലാത്ത സീറ്റുകൾ നൽകിയത് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്നും 19 സീറ്റിലേക്ക് ഒതുങ്ങിയതുമാണ് കോൺഗ്രസിന്റെ വാദം. അത് RJD അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ 55 സീറ്റ് എന്നുള്ളത് വേഗത്തിൽ ഈ കടമ്പ കടക്കാൻ കഴിയും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കടമ്പ കടക്കാനും ചർച്ചകൾ നടത്താനും ഇന്ന് ഒരു ദിവസം മാത്രം, അതായത് ഇന്ന് വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് സമയമുള്ളത്. അതിനു മുൻപ് നാമനിർദ്ദേശ പത്രിക ഒന്നാം ഘട്ടം 121 സീറ്റിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയെങ്കിലും ഈ പൂർണ്ണമായ ഒരു ചിത്രത്തിലേക്ക് കാര്യങ്ങൾ മഹാസഖ്യത്തിന്റെ കാര്യത്തിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറുവശത്ത് വളരെ കൃത്യമായി തന്നെയാണ് NDA BJPയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ രാത്രി വൈകി അമിത്ഷാ ബീഹാറിലെത്തുന്നു, പട്നയിൽ യോഗം ചേരുന്നു, തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, തന്ത്രങ്ങൾ ആരായുന്നു. ഇങ്ങനെ നിരവധിയായ നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വം നേരിട്ട് ബീഹാറിൽ BJPയുടെ ഭാഗത്ത് നടക്കുകയാണ്. കാരണം ബീഹാർ നഷ്ടപ്പെടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ചിന്തിക്കാനാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നീക്കങ്ങൾ തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. നിതീഷ് കുമാർ തന്നെയായിരിക്കും പ്രധാനമായി തങ്ങളെ നയിക്കുക എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആകുമോ എന്ന ചോദ്യത്തിന് BJP അധ്യക്ഷൻ അടക്കമുള്ളവർ കൃത്യമായ മറുപടി നൽകുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ നിതീഷ് കുമാറിനെ മുൻനിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും മഹാസഖ്യം വലിയ അങ്കലാപ്പിലെന്നുള്ളതാണ് BJPയുടെ വിമർശനം. അതിന് വരുന്ന മണിക്കൂറിൽ ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.